ദൈവവിശ്വാസമില്ലാത്തവരുടെ ശാസ്ത്ര പുസ്തകങ്ങൾ അത് അജ്ഞതയും അറിവില്ലായ്മയും പഠിപ്പിക്കുന്നു എന്ന് ചാവറപിതാവ് പറയുന്ന വാക്യമാണ്. പെട്ടെന്ന് ഒരു ദിവസം കലാംജി എന്നോട് തിരിഞ്ഞിട്ട് പറഞ്ഞു, ഫാദർ, ഇപ്പം അച്ഛൻ ദൈവത്തിൽ വിശ്വസിക്കണ്ട, നൗ ഡു യു ബിലീവ് ഇൻ ഗോഡ് എന്ന് പറഞ്ഞ് ചോദിച്ച ഓർമ്മയുണ്ട്. നീ എന്ത് വായിക്കുന്നുവോ അത് നീ ആയിത്തീരുന്നു. ബ്രെയിൻ സ്റ്റിച്ചർ എന്ന് പറഞ്ഞാൽ ബ്രെയിനിനെ സ്റ്റിച്ച് ചെയ്യാന്നർത്ഥം. നമ്മൾ ബ്രെയിനിൻ്റെ ഉള്ളിൽ ശരിക്കും നൂലും സൂചി ഇട്ട് കുത്തി കയറ്റാൻ പറ്റില്ല. അതിന് പകരം ബ്രെയിനിൻ്റെ കണക്റ്റഡ് ആവാത്ത പാർട്ടുകളെ കണക്ട് ചെയ്യിപ്പിക്കാനുള്ളൊരു പണിയാണ്. ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞ് പരിചയപ്പെടുത്തുകയാണെങ്കിൽ പറയട്ടെ. നമ്മളിപ്പോൾ ഈ പാവ്ലോവിൻ്റെ എക്സ്പെരിമെൻ്റ് എന്ന് കേട്ടിട്ടുണ്ടാവും നിങ്ങൾ ചിലപ്പോൾ. റഷ്യൻ സയൻറ്റിസ്റ്റ് പാവ്ലോവ് ഒരു പട്ടീനെ വെച്ചിട്ട് അതിന് ഒരു മണിയടിച്ച് പെട്ടെന്ന് കുറച്ച് തീറ്റ കൊണ്ട് വെച്ച് കൊടുത്തു. അപ്പോൾ പ്രത്യേകിച്ച് ഒന്നും ഉണ്ടായില്ല. പിറ്റേ ദിവസവും മണിയടിച്ചു, പിന്നെ ഭക്ഷണം കൊണ്ട് കൊടുത്തു. അങ്ങനെ കുറച്ച് ദിവസം ഇങ്ങനെ അടുപ്പിച്ച് ചെയ്ത് കഴിയുമ്പോൾ പിന്നെ ഒരിക്കൽ മണി അടിക്കുമ്പോഴത്തേക്കും പട്ടി തീറ്റയ്ക്ക് റെഡിയായിട്ട് വരും. ഇല്ല, എൻ്റെ കാരണം എന്താ? അതിൻ്റെ ബ്രെയിനിൽ മണി എന്ന് പറയുന്ന ഇൻഫർമേഷൻ പ്രോസസ്സ് ചെയ്യുന്നതും ഭക്ഷണം എന്നുള്ളത് പിന്നെ ഇൻഫർമേഷൻ പ്രോസസ്സ് അത് തമ്മിൽ കണക്റ്റഡായി. അതിനാണ് പറയുന്നത്, വളരെ തൊട്ടടുത്തായിട്ട് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടുന്ന ബ്രെയിനിൻ്റെ പാർട്ടുകൾ തമ്മിൽ ഓട്ടോമാറ്റിക്കായിട്ട് കണക്റ്റഡ് ആവും. അത് ബ്രെയിൻ്റെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മളെന്ത് ചെയ്യുന്നു വെച്ചാൽ നമ്മുടെ കുട്ടികളുടെ കണക്റ്റഡ് ആവാത്ത പാർട്ടുകൾ തമ്മിൽ കണക്റ്റ് ചെയ്യിപ്പിക്കും. അതിന് ഓരോരോ സ്ഥലങ്ങളിൽ ഓരോ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് അവിടെ പെട്ടെന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പിന്നെ കണക്ഷൻ കിട്ടാവുന്ന രീതിയിൽ ഒരു സർക്യൂട്ട് ഉണ്ടാക്കിയിട്ട് വയ്ക്കും. ഇത് എവിടെയെങ്കിലും പരീക്ഷണം നടത്തി നോക്കാൻ കഴിഞ്ഞോ? ഇതിൻ്റെ ബേസിക് ആയിട്ടുള്ള ഒരു പരീക്ഷണം നമ്മുടെ എലികളിൽ വേറൊരു രീതിയിൽ നടത്തിയിട്ടുണ്ട്. അതാണ് നമ്മൾ ഇൻട്രാക്രേനിയൽ സെൽഫ് സ്റ്റിമുലേഷൻ എന്ന് പറഞ്ഞത്. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ പല സെൻറ്റേഴ്സിന് എടുത്തിട്ടില്ല, അവർക്കുള്ള സന്തോഷം തരുന്ന ബ്രെയിനിൻ്റെ പാർട്ടുകൾ, റിവാർഡ് സെൻറ്റേഴ്സ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അപ്പോൾ നമ്മുടെ ബ്രെയിനിലുള്ള ഓരോ സ്ഥലങ്ങളിലെ പിന്നെ സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ചില സ്ഥലത്ത് സ്റ്റിമുലേറ്റ് നമുക്ക് പേടി വരും, വേറെ സ്ഥലത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആകാംക്ഷ ഉണ്ടാവും, വേറെ സ്ഥലത്ത് സ്റ്റിമുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് സങ്കടം വരും, വേറെ സ്ഥലത്ത് സന്തോഷം വരും. അങ്ങനെ പലതരം സ്ഥലങ്ങളുണ്ട് നമ്മുടെ ബ്രെയിനിൽ. അപ്പോൾ ഈ എലീനെ പിടിച്ചിട്ട് എലിയുടെ പല റിവാർഡ് സെൻറ്റേഴ്സ് ഉള്ളതിൽ ഒരു റിവാർഡ് സെൻറ്ററിന് എടുത്തിട്ട് അവിടെ രണ്ട് പിന്നെ ഭാഗത്തും ഒരേ സ്ഥലത്ത് ഈ പിന്നെ ഇലക്ട്രോഡ്സ് വെച്ചിട്ട് പിന്നെ കണക്ഷൻ റെഡിയാക്കി ഒരു സ്വിച്ചായിട്ട് വെച്ചിട്ടുണ്ടാവും. എന്നിട്ട് എലീനെ കൊണ്ട് പതുക്കെ ഈ സ്വിച്ച് ഒന്ന് അമർത്തിപ്പിക്കും. അത് അമർത്തി കിട്ടിയ ഉടനെ തന്നെ ഇതിന് നല്ല സന്തോഷം കിട്ടും. അപ്പോൾ എലി എന്ത് ചെയ്യും? എലി പെട്ടെന്ന് പഠിക്കും. അത് നമ്മൾക്ക് അത്ഭുതം തോന്നും, ഇത്ര പെട്ടെന്ന് എലി പഠിക്കുമെന്ന്. നല്ല സന്തോഷമുള്ള കാര്യം ആൾക്കാർ എപ്പോഴേ പോയി തേടി പിടിച്ചത് പഠിച്ചോളും. അത് എലി പിന്നെ അത് പോയി ഞെക്കും, അത് സന്തോഷം കിട്ടി, പിന്നെ ഞെക്കും. അതങ്ങനെ ഞെക്കി ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. എലി രണ്ട് കൈ കൊണ്ടും പിടിച്ചിട്ട് കണ്ടിന്യൂസ് ആയിട്ട് ഞെക്കിക്കൊണ്ടിരിക്കുന്നുണ്ട്, എന്നിട്ട് ഇങ്ങനെ സന്തോഷം അനുഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ അനുഭവിച്ച് കഴിയുമ്പോൾ ഒരു കാര്യം കണ്ടതെന്ന് വെച്ചാൽ, അങ്ങനെ ഒരു 15 മിനിറ്റ് നേരം ഒരു സമയം കൊടുക്കും. അങ്ങനെ ഒരു 3 ആഴ്ചത്തോളമുള്ള പണി കഴിഞ്ഞതിന് ശേഷം എലീനെ നോക്കുമ്പോൾ എലിയുടെ ബ്രെയിനിൻ്റെ ഉള്ളിൽ സംഗതിയിൽ ഗ്രോത്ത് വളരെ വന്നിട്ടുണ്ട്. ധാരാളം ന്യൂറോൺസ് പുതിയത് വന്നിട്ടുണ്ട്, ഉള്ള ന്യൂറോൺസിന് കൂടുതൽ ശാഖകൾ വന്നിട്ടുണ്ട്, കൂടുതൽ കണക്ഷൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതിനർത്ഥം ബ്രെയിനിന് ഗ്രോത്ത് ഉണ്ടാവണമെന്നർത്ഥം. എന്നാൽ അതേ സമയത്ത് ഒരു കാര്യം മനസ്സിലാക്കിയത് എന്താണെന്ന് വെച്ചാൽ, വെറുതെ ഒരു മെഷീൻ വെച്ചിട്ട് ബ്രെയിനിൽ കണക്ഷൻ കൊടുത്ത് എലിയൊന്നും ചെയ്യണില്ല, ഇതിങ്ങനെ തന്നെത്താനെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ, സ്റ്റിമുലേഷൻ ഉണ്ടാക്കി കൊടുത്തുകൊണ്ടിരുന്നാൽ ഒരു വളർച്ച ഉണ്ടാവില്ല. മറിച്ച്
എലി തന്നെ ചെയ്യണു, എലിക്ക് സന്തോഷം കിട്ടും. എലി പിന്നെയും ചെയ്യണു, സന്തോഷം. അപ്പോൾ എലി പഠിക്കുന്നുണ്ട് അവിടെ. അപ്പോൾ അങ്ങനെ സ്വന്തമായിട്ട് ആവശ്യത്തിൻ്റെ പേരിൽ എന്താണ് സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് നടത്തും. സെൽഫ് മോട്ടിവേറ്റഡ് ആയിട്ട് ആൾക്കാർ ഓരോന്ന് ചെയ്യുമ്പോൾ അതിന് ബ്രെയിനിൻ്റെ ഗ്രോത്ത് ഉണ്ടാവുന്നുണ്ട്. അതേ പ്രിൻസിപ്പിൾ ഉപയോഗിച്ചിട്ട് നമ്മളിപ്പോൾ മനുഷ്യനിൽ അപ്ലൈ ചെയ്യാൻ പോവാണ്. എനിക്ക് സന്തോഷം കിട്ടണം, ഞാൻ എന്ത് ചെയ്യണം? ഞാനപ്പോൾ എന്തെങ്കിലും ചെയ്യണം. അത് ചെയ്ത് കഴിഞ്ഞാൽ സന്തോഷം കിട്ടുന്നുണ്ട്. സന്തോഷം കിട്ടാൻ വേണ്ടി നമ്മൾ ചെയ്യുമ്പോൾ നമുക്ക് കണക്ഷൻ ഇല്ലാത്ത 1, 2, 3 ഏരിയാസിനെയും കൂടി നമ്മൾ കണക്ട് ചെയ്യും. അതുകൊണ്ട് കണക്ട് ചെയ്യുമ്പോൾ പൗലോവിൻ്റെ പ്രിൻസിപ്പിളും ഈ ICSസും കൂടി ഒരുമിപ്പിച്ചിട്ട് നമുക്ക് കണക്റ്റഡ് അല്ലാത്ത ബ്രെയിനിനെ കണക്ട് ചെയ്യിക്കാൻ പറ്റും. അതാണ് ഞങ്ങളുടെ പിന്നെ ഈ റിസർച്ചിൻ്റെ പ്രധാനപ്പെട്ടൊരു ഭാഗം. അത് ഞങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുട്ടികളെ കൊണ്ട് സാധാരണ മെൻ്റലി ചാലഞ്ചായിട്ട് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാനൊക്കെ ഒന്നുകിൽ അറിവ് കുറവ് അല്ലെങ്കിൽ പേടി ഉണ്ടാവും. ഉദാഹരണം പറഞ്ഞാൽ ഒരു ഊഞ്ഞാലിൽ ഇങ്ങനെ ആടുക എന്ന് പറഞ്ഞാൽ പേടിയാണ്, കുറച്ചൊക്കെ ആടും, പേടിക്കും. അല്ലെങ്കിൽ ഒരു സ്ലൈഡിൽ കൂടെ എഴുതുക എന്ന് വെച്ചാൽ അവർക്ക് പേടിയാണ്, അപ്പോൾ മാറി നിൽക്കും. അങ്ങനെ പല കാര്യം ഒരു മെറി ഗോ റൗണ്ടിൽ പോകാൻ ഒരു പേടിയാണ്. അതൊക്കെ ഇവറ്റങ്ങളെ കൊണ്ട് ഒരു തവണ ചെയ്യിപ്പിക്കുമ്പോൾ ഒരു സന്തോഷം കിട്ടിക്കാവുന്ന ഒരു രീതിയിൽ നമ്മൾ പണി ചെയ്യാൻ പോകണം. അപ്പോൾ എന്തുണ്ടാവും, ഒരു തവണ സ്ലൈഡ് ചെയ്യുമ്പോൾ സന്തോഷം, അപ്പോൾ അത് വീണ്ടും പോയി സ്ലൈഡ് ചെയ്യും. ഇത്രയും കാലം പേടിയായിരുന്നു, അതിപ്പോൾ സന്തോഷമായിട്ട് നമ്മൾ മാറ്റുകയാണ്. അതുപോലെ ഓരോ ആക്ടിവിറ്റി നമ്മൾ ഒരു സന്തോഷത്തിൻ്റെ ഒരു ടാഗ് അറ്റാച്ച് ചെയ്തിട്ട് ഇവരെ കൊണ്ട് ചെയ്യിപ്പിക്കും. എന്നിട്ട് അവർ ചെയ്തിട്ട് അവർക്ക് സന്തോഷം കിട്ടും, അവരുടെ ബ്രെയിൻ വളരും. അങ്ങനത്തെ ഒരു പണി ഇതേ റെഡിയാക്കി വെച്ചേക്കാണ്. ഇനി എൻ്റെ എക്സ്പെരിമെൻറ്റേഷൻ സ്റ്റേജിലേക്കൊക്കെ നമുക്ക്, പക്ഷേ അത് കുറച്ച് ലേറ്റായിട്ട് നമുക്ക് പിന്നെ ബ്രെയിൻ്റെ ഉള്ളിൽ നേരിട്ട് ചെല്ലാൻ പറ്റുള്ളൂ. അതിനേക്കാൾ മുമ്പ് നോൺ ഇൻവെസ്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ വേറെ പലതും ഉണ്ട്. അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ, ഒന്ന്, മെൻ്റലി ചാലഞ്ചായിട്ടുള്ള കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ബ്രെയിനിന് വളർച്ചയുണ്ടാവും. ഒപ്പം നോർമൽ ബ്രെയിനിനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഉള്ള കണക്ഷൻ കുറച്ചും കൂടി കൂട്ടാൻ പറ്റും. അപ്പോൾ ഉള്ള ബ്രെയിൻസിനെ സൂപ്പർ ബ്രെയിൻസ് ആക്കാൻ പറ്റും. അതുകൊണ്ട് മെൻ്റലി ചാലഞ്ചായിട്ട് കുട്ടികൾക്ക് വേണ്ടി മാത്രമല്ല, ബാക്കിയുള്ള എല്ലാ കുട്ടികൾക്കും ഒരു സ്റ്റെപ്പ് കൂടുതൽ വളർത്താനായിട്ട് ഈ ഗവേഷണങ്ങൾ ഉപകരിക്കും എന്നുള്ള പ്രതീക്ഷയിലാണ് ഞങ്ങളെല്ലാവരും നിൽക്കുന്നത്. ബാല്യം മുതൽ സ്വന്തം വീട്ടിൽ നല്ല ശാസ്ത്ര ഗ്രന്ഥങ്ങൾ വാങ്ങിച്ചു വെച്ച് മക്കളെ വായിപ്പിച്ച് വളർത്തിയ ഒരു നുണ പറയാത്ത വക്കീലിൻ്റെ സത്യം പറയുന്ന ഈ മകൻ നമ്മളെയൊക്കെ വളരെയേറെ പ്രചോദിപ്പിച്ചു. ശരിക്കും വായനയുടെ ഒരു പ്രസക്തിയാണ്. നമ്മുടെ വീട്ടിൽ വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ എന്ന് പറയുമ്പോൾ വീട്ടിൽ വരുത്താത്ത പ്രസിദ്ധീകരണങ്ങളും അതുപോലെ തന്നെ പ്രസക്തമാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. കാരണം നമ്മുടെ വീട്ടിലൊരു പ്രസിദ്ധീകരണം വരുത്തുമ്പോൾ, ഇപ്പോൾ ജോർജ് അച്ഛൻ്റെ പിതാവിനെ നമ്മളൊരു ഉദാഹരണമായിട്ട് കൊണ്ടുവന്നതാണ്. നമ്മളെല്ലാവരും ഇതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുത്തുന്ന പ്രസിദ്ധീകരണം ഏതാണ്, വരുത്താൻ പാടില്ലാത്തത് ഏതാണ് എന്ന് തീരുമാനിച്ചിട്ടുള്ളവരാണ് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും, അല്ലേ? അമ്മച്ചി എന്ത് പറയുന്നു? വീട്ടിൽ വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ എന്തൊക്കെയാണ്? ശാലോം വീട്ടിൽ വരുത്തുന്നുണ്ട്. ഓക്കെ, പത്രം വരുത്തുന്നുണ്ട്. ശാലോം പത്രവും വരുത്തുന്നുണ്ട്. പിന്നെ ദീപിക പത്രവും വരുത്തുന്നുണ്ട്. അപ്പോൾ ഏകദേശം സഭയുടെ കാര്യങ്ങളെല്ലാം തന്നെ പൂർത്തിയായി. പിന്നെ കുട്ടികൾക്ക് വേണ്ടി പുസ്തകങ്ങൾ, ഇന്ന പുസ്തകം എൻ്റെ മക്കൾ വായിക്കണം എന്ന് വിചാരിച്ച് ഏതെങ്കിലും പുസ്തകം വാങ്ങിച്ചിട്ടുണ്ടോ? ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ നല്ല പുസ്തകങ്ങൾ കണ്ട് വായിക്കാൻ വേണ്ടി. ധ്യാനത്തിനൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പുസ്തകങ്ങൾ വാങ്ങിക്കും. അച്ഛൻ്റെ ഒരു തിയറി, അച്ഛൻ പറഞ്ഞ തിയറി, അതായത് ഒരു കാര്യം ചെയ്യുമ്പോൾ നമുക്കൊരു സന്തോഷം തോന്നുന്നെങ്കിൽ വീണ്ടും അത് ചെയ്യിപ്പിക്കുമ്പോൾ നമ്മുടെ തലച്ചോറ് വളരും എന്നാണ് പറയുന്നത്. അപ്പം അച്ഛൻ അങ്ങനെ ചില കാര്യങ്ങൾ ചെയ്യണം നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമുക്ക് വായനയുടെ ഒരു ശൈലി എന്ന് പറയുന്നത് നമ്മുടെ മക്കൾക്ക് വായിക്കാൻ ഇഷ്ടമുള്ള സംഗതി. ഇപ്പം നമ്മൾ ചെറുപ്പത്തിൽ വായിക്കാൻ ഇഷ്ടമുള്ളതായിരിക്കണം എന്നില്ല വലുതാകുമ്പോൾ നമ്മൾ സെലക്ട് ചെയ്യുന്നത്. മക്കൾക്ക് വേണ്ടി നമ്മൾ സെലക്ട് ചെയ്യുന്നത് ഒരുപക്ഷെ ചെറുപ്പത്തിൽ നമുക്ക് വായിക്കാൻ വലിയ താല്പര്യമുള്ള കാര്യങ്ങളൊന്നായിരിക്കണമല്ല. ഭക്തകാര്യങ്ങളിൽ നമുക്ക് ചെറുപ്പത്തിൽ അത്ര വലിയ താല്പര്യം ഉണ്ടാകുന്നില്ല. മാതാപിതാക്കൾ നമ്മളോട് പറയുന്ന നിർബന്ധിക്കുന്ന കാര്യങ്ങളാണ് പലപ്പോഴും നമ്മൾ ചെയ്യുന്നത്. അങ്ങനെ ചെറുപ്പത്തിൽ മുതൽ നമുക്ക് വായിക്കാനുള്ള താല്പര്യം നമ്മളിൽ വളർത്തിക്കൊണ്ട് വന്ന ചില മാസികകളും ചെറിയ ചെറിയ പുസ്തകങ്ങളും ഒക്കെ ഉണ്ടാവും, ഇല്ലേ? പഠിച്ചുകൊണ്ടിരുന്ന കാലത്തൊക്കെ ബൈബിൾ ചിത്രകഥകളുണ്ട്, അതുപോലെ തന്നെ അന്നത്തെ ചില ചെറിയ ചെറിയ മാസികകളുണ്ടായിരുന്നു. ബൈബിൾ ചിത്രകഥകൾ ഒരുപക്ഷെ നമ്മളെ എല്ലാവരെയും ഏറെ ആകർഷിച്ചിട്ടുള്ള ക്രൈസ്തവ ഒരു പാരമ്പര്യം നമ്മുടെ മനസ്സിൽ നിലനിർത്താൻ നമ്മളെ സഹായിച്ചിട്ടുണ്ട്. POCയിൽ നിന്ന് പുറത്തിറക്കിയ ബൈബിൾ ചിത്രകഥകൾ ഇന്നും അത് അവൈലബിൾ ആണ്. പക്ഷേ നമ്മുടെ മക്കൾക്ക് ബൈബിൾ ചിത്രകഥകളോടുള്ള താല്പര്യം നിലനിർത്താൻ നമ്മൾ ശ്രമിക്കുന്നുണ്ടോ എന്നുള്ളിടത്താണ് അത്. നമ്മുടെ മക്കൾ അതെന്തേരം വായിച്ച് ആസ്വദിക്കുന്നു. അതേസമയം തന്നെ മറ്റ് ഇതിഹാസ കഥാപാത്രങ്ങളും പുരാണ കഥാപാത്രങ്ങളും ഒക്കെ നമ്മുടെ മക്കൾക്ക് വായിക്കേണ്ടതുമാണ്.
അറിഞ്ഞിരിക്കേണ്ടതുമാണ്. പക്ഷേ ബൈബിൾ ചിത്രകഥകളിലൂടെ ബൈബിളിലേക്കുള്ള ഒരു വാതിൽ തുറക്കാൻ സഭ, പ്രത്യേകിച്ച് പാസ്റ്ററൽ ഓറിയൻറ്റേഷൻ സെൻറ്ററിൻ്റെ നേതൃത്വത്തിൽ നമ്മുടെ സഭ നടത്തിയ പരിശ്രമം നമ്മുടെ വരെ തലമുറയിൽ വളരെ സജീവമായിട്ട് അത് വിജയിച്ചിരുന്നു. പൂർണ്ണമായിട്ട് തന്നെ വിജയിച്ചെന്ന് പറയാം. നമ്മുടെ വീടിന് പ്രധാനമായിട്ട് വേണ്ട 2 കാര്യങ്ങളാണ്. ഒന്ന് വാതിൽ, മറ്റൊന്ന് മതിൽ, അല്ലേ? വാതിലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം എന്ന് നമുക്കറിയാം. വാ ഇതിലെ എന്നാണ് അർത്ഥം. വാ ഇതിലെ. മതിൽ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? മതി ഇതിലെ എന്നാണ് അർത്ഥം. ഇത് രണ്ടും ഇല്ലാത്ത വീടുകൾ ആർക്കും കയറി ഇറങ്ങാവുന്ന വീടുകളാണ്. വായനയുടെ കാര്യത്തിലും ഇത് പരമസത്യമാണ്. എൻ്റെ വീട്ടിലേക്ക് വാ ഇതിലെ എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ വിളിച്ച് കയറ്റിക്കൊണ്ട് വരുന്ന ശേഖരിച്ച് വയ്ക്കേണ്ട പ്രസിദ്ധീകരണങ്ങൾ നമുക്കുണ്ട്. നമ്മൾ ധാന്യങ്ങൾ ശേഖരിച്ച് വയ്ക്കുന്നു, കപ്പ ഉണക്കി ശേഖരിച്ച് വയ്ക്കുന്നു, കുരുമുളക് ശേഖരിക്കുന്നു, കാപ്പിക്കുരു ശേഖരിക്കുന്നു. നമ്മൾ കർഷകരാണ്. അതിനേക്കാൾ പ്രധാനമാണ് ആത്മീയമായ മൂല്യങ്ങൾ വീട്ടിൽ നിലനിൽക്കുന്നതിന് വേണ്ടിയുള്ള ശേഖരണങ്ങൾ. നമ്മളിൽ പലരുടെയും വീടുകൾക്ക് മൂല്യങ്ങൾക്ക് വേണ്ടിയുള്ള വാതിലും മതിലും ഇല്ല. അതുകൊണ്ട് തന്നെ നമ്മളെല്ലാവരും വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു, സഭയോട് ചേർന്ന് നിൽക്കുന്നു, ദേവാലയവുമായിട്ട് ചേർന്ന് നിൽക്കുന്നു, ഒക്കെ നല്ലത് തന്നെ. പക്ഷേ സ്വന്തം വീട്ടിൽ ഈ ക്രൈസ്തവ മൂല്യങ്ങൾ നിലനിർത്താനുള്ള സാഹചര്യങ്ങൾ, അതിന് സഹായിക്കുന്ന പ്രസിദ്ധീകരണങ്ങൾ, അതിന് സഹായിക്കാത്ത പ്രസിദ്ധീകരണങ്ങളോട് മതി ഇതിലെ മതിൽ കെട്ടുക, അത് മതിലിന് പുറത്ത്, ബാക്കിയുള്ളവരോട് നമുക്ക് വേണ്ടതിനോട് വാ ഇതിലെ. ഈ ഒരു വാതിൽ തുറന്നിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ, വാതിൽ തുറന്ന് അകത്ത് കയറ്റിയിട്ടുള്ള പ്രസിദ്ധീകരണങ്ങൾ നിങ്ങൾ വീട്ടിൽ വരുത്തുന്നുണ്ടോ? അതിനെപ്പറ്റിയുള്ള നിങ്ങളുടെ കമൻ്റ് എന്താണ്? വീട്ടിൽ മക്കൾക്ക് വായിക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ടോ? എന്താണോ പറയാൻ? വായിക്കാനായിട്ട് സമയം കൊടുത്തിട്ടുണ്ട്. വിശുദ്ധ അൽഫോൻസാമയുടെ ജീവചരിത്രം അടങ്ങിയ പുസ്തകം വാങ്ങി കൊടുത്തിട്ടുണ്ട്. അത് കുട്ടികൾ വായിക്കുന്നുണ്ട്. പിന്നെ ഞങ്ങൾ ഭരണങ്ങാനത്ത് കൊണ്ടുപോവുകയും അവിടെ കൊണ്ടുപോയിട്ട് കുട്ടികളെ എല്ലാം കാണിച്ചു കൊടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. തീർച്ചയായിട്ടും. ചേച്ചിയുടെ വീട്ടിൽ എൻ്റെ വീട്ടിൽ ഡോൺ ബോസ്കോയുടെ പുസ്തകമുണ്ട്. കൊച്ചത് വായിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട്. പിന്നെ എന്നും രണ്ടുപേരും ബൈബിൾ വായിക്കുകയും പ്രാർത്ഥിക്കുകയും ഒക്കെ ചെയ്ത് നല്ല വിശ്വാസത്തിൽ തന്നെയാണ് വളർത്തുന്നത്. നല്ല പുസ്തകങ്ങളാണ് വായിക്കുന്നത്. അല്ലാത്ത പുസ്തകങ്ങളൊന്നും വീട്ടിൽ വരുത്തുന്നില്ല. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഞാൻ ഓർമ്മിക്കുന്നുണ്ട്. ഞങ്ങളുടെ ചെറുപ്പകാലങ്ങളിൽ ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോടൊപ്പം നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന ചെറിയൊരു ബൈബിൾ അടിസ്ഥാനപ്പെടുത്തിയുള്ളൊരു ചിത്രകഥ ഉണ്ടായിരുന്നു, സ്നേഹസേന എന്ന് പറയുന്നത്. ഇപ്പോഴും അതുണ്ട്, സ്നേഹസേനയുണ്ട്. അപ്പോൾ അന്ന് അതേ സമയത്ത് അത് വലിയൊരു ആഹ്ലാദമായിരുന്നു. സ്നേഹസേനയിൽ വന്നിരുന്ന കഥകളും ചിത്രകഥകളൊക്കെ നമ്മൾ നന്നായിട്ട് ഓർമ്മിക്കുന്നുണ്ട്. അതായത് ലാസറും ധനവാനും ധനവാൻ ഇങ്ങനെ തീക്കകത്ത് കിടക്കണു, ലാസർ സ്വർഗത്തിലിരിക്കുന്നു, ഇങ്ങനെയുള്ള വളരെ മറക്കുന്നില്ല, നമ്മുടെ മനസ്സിനിങ്ങനെ ഒരിക്കലും അത് വിസ്മരിക്കാൻ പറ്റുന്നില്ലാത്ത രീതിയിലുള്ള ചിത്രങ്ങളാണ്. അങ്ങനെ ഒട്ടിച്ച് നിൽക്കുകയാണ്. പക്ഷെ ഇന്ന് അത്തരത്തിൽ വിശുദ്ധ ഗ്രന്ഥത്തിൻ്റെ ചിത്രങ്ങൾ നമ്മുടെ മക്കളുടെ മനസ്സിൽ അങ്ങനെ പറ്റി നിൽക്കുന്ന തരത്തിലുള്ള ഒരു സംവിധാനം നമ്മൾക്ക് ഉണ്ടെങ്കിലും അതിനേക്കാൾ ശക്തമായ ചില സംവിധാനങ്ങൾ പുറകെയുണ്ട്. ചാവറപ്പിതാവ് പറഞ്ഞത് ചീത്ത പുസ്തകങ്ങൾ, അന്ന് പുസ്തകങ്ങളെ അന്ന് പെൻഡ്രൈവും മൈക്രോചിപ്പും സാധനങ്ങളൊന്നും ഇല്ല. ചാവറപ്പിതാവ് കാണുന്നതും അദ്ദേഹം പ്രചരിപ്പിച്ചതും പുസ്തകങ്ങളാണ്. അപ്പോൾ നല്ല പുസ്തകങ്ങൾ വീട്ടിൽ വേണം. ചീത്ത പുസ്തകങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വൈക്കോലിൽ തീ സൂക്ഷിക്കുന്നതിന് തുല്യമാണ് എന്നാണ് പറയുന്നത്. അപ്പോൾ വൈക്കോലിൽ തീ സൂക്ഷിക്കാൻ എന്താ സമയത്ത് നമുക്കറിയാൻ പറ്റും, കത്തിപ്പോവും. അപ്പോൾ അങ്ങനെ കത്തിപ്പോകുന്ന കുടുംബങ്ങൾ ഉണ്ട് എന്നാണ് ചാവറപ്പിതാവ് അന്ന് കണ്ടെത്തിയതുകൊണ്ടാണല്ലോ അങ്ങനെ എഴുതി വെച്ചത്. അന്നുമുണ്ട്, അന്നത്തെ സാഹചര്യത്തിനനുസരിച്ച് ഉള്ള പ്രശ്നങ്ങളും പ്രതിസന്ധികളും അന്നുമുണ്ട് സഭയിൽ, നമ്മുടെ സമൂഹങ്ങളിൽ. ഇന്ന് അത് അതിനേക്കാൾ ഭീകരമാണ്. നമ്മുടെ മക്കളുടെ കയ്യിലിരിക്കുന്ന മൊബൈലും അതിനകത്തുള്ള സംഗതികളും നമ്മുടെ പെൻഡ്രൈവും അതിനകത്തുള്ള സംഗതികൾ എന്തെങ്കിലും നമുക്ക് വല്ല പിടിയുണ്ടോ? അല്ല, മക്കൾ ചോദിക്കാൻ പല മാതാപിതാക്കളും പേടിയാണ് പലപ്പോഴും. സത്യത്തിൽ അത് വലിയ പ്രശ്നമാണ്. ഇന്ന് പല മാതാപിതാക്കളുടെയും വലിയ വേദനയും അത് തന്നെയാണ്. അപ്പോൾ അങ്ങനെ ഉള്ള ഒരു സാഹചര്യത്തിൽ കുട്ടികൾക്ക് വായന അത് ആഹ്ലാദം നൽകുന്നതാണെങ്കിൽ കുട്ടികൾ വീണ്ടും വീണ്ടും അത് വായിക്കും. അത് ബൈബിൾ വായിക്കുക എന്നുള്ളൊരു ശീലം വളർത്തുകയും ബൈബിളിലെ കഥകൾ കൂടുതൽ കുട്ടികളെ വായിക്കാൻ കൊടുക്കുകയും അതുപോലെ തന്നെ ക്രൈസ്തവമായ കാഴ്ചകൾ, ക്രൈസ്തവമായ വാർത്തകൾ അത് വരുന്ന പത്രങ്ങൾ ഉൾപ്പെടെ, ദീപിക കത്തോലിക്ക സഭയുടെ പത്രമാണ്, കത്തോലിക്ക സഭയുടെ വാർത്തകൾ കൃത്യമായി യഥാർത്ഥത്തിലുള്ള വാർത്തകൾ വരുന്ന പത്രമാണ്. അത്തരത്തിലുള്ള പത്രം നമ്മുടെ എത്ര കുടുംബങ്ങളുണ്ടെന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരത്തിലുള്ളൊരു പ്രോത്സാഹനം മക്കൾക്ക് നിർബന്ധമായിട്ടും കൊടുക്കുന്ന ഒരു ശൈലിയാണോ നമ്മുടെ കുടുംബത്തിലുള്ളതെന്നാണ് ചേട്ടനോട് ചോദിക്കാനുള്ളത്.
വീട്ടിലെ എൻ്റെ മകന് ബൈബിള് നല്ലോണം വായിക്കും, വൈകാട്ടായിട്ട് വചനങ്ങൾ പഠിക്കുകയും ചെയ്യും. മൂത്ത മകനാണെങ്കിൽ ഇപ്പോൾ വൈദിക വിദ്യാർത്ഥിയായിട്ട് സെമിനാരിൽ ചേർന്നിരിക്കുകയാണ് ജ്യോതിക്ക് വേണ്ടിയിട്ട്. അത് നല്ലൊരു വൈദികൻ്റെ കൂട്ടത്തിൽ തന്നെയാണ്, പിന്നെ ഡിഗ്രി കഴിഞ്ഞിട്ടാണ് പോയിരിക്കുന്നത്. ഇളയ മകൻ തന്നെയാണെങ്കിലും അവൻ ആത്മീയ പുസ്തകങ്ങൾ ഞാൻ ധ്യാനത്തിനെല്ലാം പോയി വരുമ്പോൾ, ശുശ്രൂഷകളിലെല്ലാം പോയി വരുമ്പോൾ കൊണ്ടു കൊടുക്കാറുണ്ട്. അതുപോലെ തന്നെ പരിശുദ്ധ അമ്മയുടെ ഫോട്ടോകൾ ഇങ്ങനെ ഭിത്തി കൂടെ ഒട്ടിച്ചു വെക്കുക, വചനം ഒരു ദിവസം എടുത്ത് വായിക്കുക, എന്നിട്ടൊക്കെയാണ് സ്കൂളിലേക്ക് പോകുന്നത്. തീർച്ചയായിട്ടും ചാവറയച്ചൻ വിഭാവനം ചെയ്ത ഒരു വായനാ സംസ്കാരം അത് നമ്മുടെ കുടുംബങ്ങൾക്ക് നൽകുന്ന അനന്തരഫലമെന്ത്? ഇത് ജോർജ് അച്ഛൻ്റെ ജീവിതവും അദ്ദേഹത്തിൻ്റെ കുടുംബത്തിൽ അദ്ദേഹത്തിൻ്റെ പിതാവിൻ്റെ നേതൃത്വത്തിൽ ഉണ്ടായ മതിലുകെട്ടും വാതിൽ തുറക്കലും ഒക്കെ ഉണ്ടാക്കിയ ഒരു അനന്തരഫലമാണ് ഇപ്പോൾ ലോകം മുഴുവനുമുള്ള ഭിന്നശേഷിയുള്ള മക്കൾക്കുൾപ്പെടെയുള്ളവർക്കുള്ള ഒരു വലിയ അനുഗ്രഹമായി ഇപ്പോൾ ദൈവം ജോർജ് അച്ഛനിലൂടെയും ഡോക്ടർ APJ അബ്ദുൽ കലാമിലൂടെയും സൃഷ്ടിക്കാനായിട്ട് ഇങ്ങനെ കരുതി വച്ചിരിക്കുന്നു. അതിന് ചാവറയച്ചൻ മുന്നോട്ട് വെച്ച ഒരു അന്തരീക്ഷം ഓരോ കുടുംബത്തിനും ഒരു പൊതു പുസ്തക ശേഖരം ഉണ്ടായിരിക്കണം എന്നായിരുന്നു. ഒരു പൊതു പുസ്തക ശേഖരം ഉണ്ടായിരിക്കണം. അതായത് എൻ്റെ കുടുംബത്തിൽ എല്ലാവരും ഉപയോഗിക്കുന്ന പുസ്തകങ്ങൾ, ഇന്ന് അങ്ങനെ ഒരു പുസ്തക ശേഖരം നമ്മുടെ കുടുംബത്തിലുണ്ട്. എല്ലാവരും സ്വന്തം പോക്കറ്റിൽ ഇട്ടുകൊണ്ട് കൊണ്ടുപോയി സ്വന്തം മുറിയിൽ വയ്ക്കുന്നു, അല്ലെങ്കിൽ സ്വന്തം ബാഗിൽ സൂക്ഷിക്കുന്നു. ഇന്ന് സ്വകാര്യ പുസ്തക ശേഖരങ്ങളുടെ അല്ലെങ്കിൽ സ്വകാര്യ വായനാ ശേഖരങ്ങളുടെ ഒരു കാലമായി മാറി. അത് പലരും മൊബൈലിലാണ്, ഓരോരുത്തരും അവനവൻ്റെ മൊബൈലിൽ ഇരുന്ന് വായിക്കുന്നു. വീട്ടിൽ പൊടി പിടിച്ചിരിക്കുകയാണ് പൊതുവായിട്ടുള്ള പല പുസ്തകങ്ങളും. നമ്മുടെ വിശുദ്ധ ഗ്രന്ഥം ഉൾപ്പെടെ പല വീടുകളിലും, വിശുദ്ധന്മാരുടെ പുസ്തകങ്ങൾ ഉൾപ്പെടെ പല വീടുകളിലും ആർക്കും വേണ്ടാതിരിക്കുകയാണ്. കാരണം പൊതുവായിട്ടുള്ള വായന ഇല്ലാത്ത വീടുകളായി നമ്മൾ മാറുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ വീടുകളിൽ ക്രൈസ്തവ മൂല്യങ്ങൾക്ക് ഒരു പൊതുവായ നിലനിൽപ്പില്ല എന്നുള്ളതാണ്. ചാവറയച്ചൻ ഉദ്ദേശിച്ചത് ഇത്തരത്തിലുള്ള ഒരു പൊതുവായ ഒരു പുസ്തക ശേഖരം ഓരോ വീട്ടിലും ഉണ്ടാക്കുമ്പോൾ അദ്ദേഹം 1860-കൾ മുതൽ ക്രൈസ്തവ ഭവനങ്ങളിൽ ക്രിസ്തീയ ഭക്ത ഗ്രന്ഥ ശേഖരങ്ങളുടെ ഒരു കൂട്ടം ഉണ്ടാകണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുകയും അദ്ദേഹം തന്നെ എഴുതി, അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്ത്, അദ്ദേഹം മാന്നാനത്ത് സ്ഥാപിച്ച അച്ചടിശാലയിൽ നിന്ന്, സെൻറ്റ് ജോസഫ് പ്രസ്സിൽ നിന്ന് അദ്ദേഹം തന്നെ പ്രിൻ്റ് ചെയ്ത് എല്ലാ ഭവനത്തിലും എത്തിച്ചിരുന്നു. എന്നിട്ടത് വായിക്കാനായിട്ട് നിർബന്ധിച്ചിരുന്നു. മതബോധന ക്ലാസ്സുകളിൽ അതിൻ്റെ ചോദ്യാവലികൾ ഉൾപ്പെടുത്തി കുട്ടികൾക്ക് അത് ഫോളോ ചെയ്യുന്നുണ്ടോ, അനുഗമിക്കുന്നുണ്ടോ എന്ന് അദ്ദേഹം പരിശോധിച്ചിരുന്നു. അത്തരത്തിൽ ഉള്ള ഒരു പൊതുവായനാ സംസ്കാരം നമ്മുടെ കുടുംബങ്ങളിൽ ഉണരണം. എൻ്റെ വീട്ടിൽ പൊതുവായിട്ട് വായിക്കുന്ന പുസ്തകങ്ങൾ ഇതൊക്കെയാണ്. ആ മൂല്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ മനസ്സിൽ നിലനിൽക്കുന്നത്. അതുകൊണ്ട് നമ്മൾ ഒരു പൊതു ഗ്രന്ഥശാല എൻ്റെ വീട്ടിലുണ്ടാക്കണം. നമ്മൾ വീട്ടിൽ വരുത്തുന്ന പല പുസ്തകങ്ങളും മാസികകളും പലരും മുഴുവനും തുറന്നു നോക്കുന്ന പോലുമില്ല. അവസാനം തൂക്കി വയ്ക്കാൻ വേണ്ടിയാണ് നമ്മളിൽ പലരും നമ്മൾ വീട്ടിൽ വരുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ പലപ്പോഴും ഉപയോഗിക്കുന്നു. അവസാനം ഇതെല്ലാം കൂടെ തൂക്കി വയ്ക്കാനായിട്ട് ഉപയോഗിക്കുന്നു. അതിനേക്കാൾ ആവശ്യം ക്രൈസ്തവ ചൈതന്യം എൻ്റെ വീട്ടിൽ നിന്ന് ചോർന്നു പോകാത്ത നല്ല പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിച്ച് ശേഖരിച്ച് വയ്ക്കണം. അങ്ങനെ ശേഖരിച്ച് വയ്ക്കുന്ന പുസ്തകങ്ങളെ കൊണ്ട് ചില ഗുണങ്ങളുണ്ട്. അത് മറ്റൊന്ന്, നമുക്കിപ്പോൾ കുട്ടികൾ വല്ലാണ്ട് മാനസിക സംഘർഷം അനുഭവിക്കുന്ന ഒരു സമയം നല്ലൊരു പുസ്തകം വായിക്കാൻ കൊടുത്താൽ, അതും ക്രൈസ്തവമായ വിശ്വാസത്തെ അടിയുറച്ച് നിർത്തുന്ന ഒരു പുസ്തകം വായിക്കാൻ കൊടുത്താൽ ആ കുഞ്ഞിന് വലിയ ആശ്വാസമാണത്. അത്തരത്തിൽ നമ്മുടെ ധ്യാന കേന്ദ്രങ്ങളിൽ നിന്നൊക്കെ നമുക്ക് ധാരാളം പുസ്തകങ്ങൾ കിട്ടും. അമ്മച്ചി പറഞ്ഞ പോലെ അത്തരത്തിലുള്ള പുസ്തകങ്ങൾ കുട്ടികൾക്ക് നമ്മൾ വായിക്കാൻ എടുത്ത് കൊടുക്കണം. ഓരോരോ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് ഇന്ന് ധാരാളം ശാഖകളുണ്ട് പുസ്തകങ്ങൾക്ക്, അല്ലേ? കുട്ടികൾക്ക് ചെറുപ്പത്തിൽ ഈ ബൈബിളായാലും വേറെ പുസ്തകങ്ങൾ വായിക്കാൻ വലിയ ഇൻട്രസ്റ്റ് ഉണ്ടായിന്ന് വരില്ല. പക്ഷേ അവർക്ക് ഇൻട്രസ്റ്റ് ഉണ്ടാക്കാൻ നമുക്ക് പറ്റിയാൽ, ഈ പറഞ്ഞ മാതിരി ഒരു കണക്റ്റഡ് അല്ലാത്ത കേന്ദ്രങ്ങളെ കണക്ട് ചെയ്യിപ്പിക്കാൻ അവരെ കൊണ്ട് പിന്നെ മോട്ടിവേറ്റ് ചെയ്യണമെങ്കിൽ ഒരു റിവാർഡ് സെൻറ്ററിനെ കൂടി ഉൾപ്പെടുത്തിയിട്ട് നമ്മൾ സ്റ്റിമുലേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞതുപോലെ ഈ റിവാർഡ് സെൻറ്റർ, സ്റ്റിമുലേഷൻ തുടങ്ങിയ പദപ്രയോഗങ്ങളൊന്നും ഞങ്ങൾക്ക് അത്ര പരിചയമില്ല. ഓക്കെ, അതുകൊണ്ട് അച്ഛൻ അതൊക്കെ ഒന്ന് പറയണം. കാരണം ഞാൻ പറയുന്നത് ഇപ്പം നമ്മൾക്ക് ചെയ്യാവുന്ന ഒരു കാര്യം, ഒരു ചാപ്റ്റർ വായിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഒരു വിശുദ്ധൻ്റെ ചരിത്രത്തിൽ നിന്ന് വായിച്ചതിന് ശേഷം ഒരു നല്ലൊരു കാര്യം അവന് മനസ്സിലാക്കിയിട്ട് നമ്മളോട് പറയാൻ പറ്റുന്നുണ്ടെങ്കിൽ, അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ, അപ്പം നമ്മൾ അവനൊരു റിവാർഡ് കൊടുക്കണമെന്ന് വെച്ചോ, ഒരു സമ്മാനം കൊടുക്കുന്നു. അപ്പം അവന് വീണ്ടും ഒരിക്കലും ഒന്ന് വായിക്കാനും വേറൊരു കാര്യം കൂടി പ്രവർത്തിയിൽ വരുത്താനും അവന് സാധിക്കും. അവനാവശ്യമായിട്ട് അവൻ തന്നെ ചെയ്യുമ്പോഴാണ് വളർച്ച ഉണ്ടാവുന്നത്. നമ്മൾ നിർബന്ധിച്ചതിൻ്റെ പേരിൽ മാത്രം ചെയ്യുമ്പോൾ വളർച്ച ഉണ്ടാവില്ല. അതുകൊണ്ട് പുസ്തകങ്ങൾ വാങ്ങിച്ചു വയ്ക്കലും അതിനെ റിവാർഡാക്കി മാറ്റലും മാതാപിതാക്കന്മാരുടെ കടമയെന്ന് എനിക്ക് തോന്നുന്നു.
പല വീടുകളിലും പുസ്തകങ്ങൾ വാങ്ങിക്കുമ്പോഴും പ്രസിദ്ധീകരണങ്ങൾ വാങ്ങിക്കുമ്പോഴും ഇപ്പോൾ ആഴ്ച പ്രസിദ്ധീകരണങ്ങളുണ്ട്, മാസത്തിലൊരിക്കൽ പ്രസിദ്ധീകരിക്കുന്ന പ്രസിദ്ധീകരണങ്ങളുണ്ട്. നമ്മുടെ സഭയുടെ ഔദ്യോഗികമായ അംഗീകാരത്തോടു കൂടി പുറത്തിറങ്ങുന്ന നിരവധി ഭക്തമാസികകൾ നമ്മുടെ വീടുകളിൽ നമ്മൾ വരുത്തണം, വായിക്കണം. ഒപ്പം സഭയുടെ അംഗീകാരമില്ലാത്ത പ്രസിദ്ധീകരണങ്ങൾ ചിലത് ഫ്രീ ആയിട്ട് നമ്മുടെ വീടുകളിൽ എത്തുന്നുണ്ട്. സത്യവിശ്വാസത്തെ നഷ്ടപ്പെടുത്തുന്ന പ്രസിദ്ധീകരണങ്ങൾ വീടുകളിൽ കയറ്റരുത് എന്ന് ചാവറച്ചൻ പറയുമ്പോൾ അദ്ദേഹം വളരെ ഭീതിയോടെയാണ് അത് പറഞ്ഞത്. കാരണം നമ്മളൊരു പ്രസിദ്ധീകരണം വീട്ടിലോട്ട് വരുത്തുമ്പോൾ എന്താണ് അതിൻ്റെ മെച്ചമെന്ന് നമ്മൾ ചിന്തിക്കും, എന്ത് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ മുമ്പേ പറഞ്ഞത് തൂക്കി വിൽക്കാൻ വേണ്ടിയാണ് എന്നാണ് പലരും പറയുന്നത്. എന്നാൽ എന്ത് കിട്ടും എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഒരു പ്രസിദ്ധീകരണം, ഒരു പുസ്തകം എൻ്റെ വീട്ടിലേക്ക് ഞാൻ വാങ്ങിക്കുമ്പോൾ എന്ത് നഷ്ടപ്പെടും എന്ന് നമ്മൾ ആദ്യം ചിന്തിക്കണം. എൻ്റെ വീട്ടിൽ നിന്ന് ഇത് എന്താണ് നഷ്ടപ്പെടുന്നത്? ഈ ഒരു പുസ്തകം വായിച്ചാൽ, ഈ ഒരു പത്രം വായിച്ചാൽ, ഈ ഒരു മാസിക വായിച്ചാൽ എൻ്റെ വീട്ടിൽ അംഗങ്ങൾ തമ്മിൽ പരസ്പരം തുറിച്ചു നോക്കുന്നവരാകുമോ, അതോ ഹൃദയം ചേർത്ത് വെച്ച് മാതാപിതാക്കളും മക്കളും തമ്മിലുള്ള നല്ല ബന്ധത്തിൽ വളരാനായിട്ട്, ക്രൈസ്തവ മൂല്യങ്ങളിൽ വളരാൻ സഹായിക്കുന്നതായിരിക്കുമോ എന്ന് ചിന്തിക്കാനായിട്ട് നമുക്ക് സാധിക്കണം. നമ്മളിൽ പലരും സൗഹൃദത്തിൻ്റെ പേരിലും പരിചയത്തിൻ്റെ പേരിലും പണ്ട് വരുത്തിയിരുന്നു എന്നുള്ളതിൻ്റെ പേരിലുമൊക്കെ അറിയാതെ ഇങ്ങനെ വരിസംഖ്യ കൊടുത്ത് പല ആവശ്യമില്ലാത്ത പ്രസിദ്ധീകരണങ്ങളെയും നിലനിർത്തുന്നത് കൊണ്ടാണ് നമ്മളറിയാതെ നമ്മുടെ വരുന്ന തലമുറയുടെ ഉള്ളിൽ ക്രൈസ്തവമായിട്ടുള്ള മൂല്യങ്ങളെ പറ്റി ഒരു ദൃഢത നമ്മുടെ മക്കൾക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. ഇവിടെ സ്വവർഗ വിവാഹത്തിനുമൊക്കെ 1-ാം പേജിലും കളർ പേജിലും ഫോട്ടോയും വാർത്തകളും കൊടുക്കുന്ന പത്രങ്ങളും മാസികകളും നമ്മുടെ കുടുംബത്തിലേക്ക് നമ്മൾ കാശ് കൊടുത്ത് വരുത്തി നിലനിർത്തുമ്പോൾ സംഭവിക്കുന്ന കാര്യങ്ങൾ, നമ്മുടെ മക്കൾ ഇതിൻ്റെ പടം കണ്ടാൽ മതി, അല്ലെങ്കിൽ ഇതിൻ്റെ ഒരു ഫോട്ടോ കണ്ടാൽ മതി, ഇതൊക്കെ നാട്ടു നടപ്പാണ്, എനിക്കും ചെയ്യാം എന്നാണ് നമ്മുടെ പല മക്കളുടെയും മനസ്സിലേക്ക് വരുന്നത്. അതേസമയം ചാവറയച്ചൻ്റെ ശൈലി സ്വീകരിച്ച് നോക്കി, മതി ഇതിലെ ഒരു മതിലം കേട്ടുകയാണ്, ആ പത്രം ഇനി വീട്ടിൽ കയറ്റണ്ട, ആ പത്രത്തിൽ ക്രൈസ്തവമായിട്ടുള്ള കത്തോലിക്ക സഭയുടെ മൂല്യങ്ങളില്ല, ആ മാസിക ഇനി വീട്ടിൽ കയറ്റണ്ട, ഗ്ലോസി പേപ്പറായിരിക്കും, കളർ ഫോട്ടോസ് ആയിരിക്കും. പക്ഷേ അതെൻ്റെ വീട്ടിൽ നിന്ന് നഷ്ടപ്പെടുത്തുന്ന ക്രൈസ്തവ മൂല്യങ്ങളുടെ അളവെടുക്കാനായിട്ട് കഴിയണം അച്ഛനായിട്ടും അമ്മയായിട്ടും ജീവിക്കാൻ വരം ലഭിച്ചിട്ടുള്ളവർ. കാരണം അത്ര വലിയ ഉത്തരവാദിത്തമുണ്ട് മക്കളെ വളർത്തുന്നതെന്ന് ചാവറച്ചൻ വളരെ ഗൗരവമായിട്ട് പറയുന്ന പുസ്തകത്തിൻ്റെ പേരാണ് നമ്മൾ ഈ ഒരു നല്ലയപ്പൻ്റെ ചാവറുകൾ. നമുക്കൊരു ത്യാജ്യഗ്രാഹ്യ വിവേചന ബുദ്ധി എന്ന് മലയാളത്തിലൊരു നീണ്ട വാക്കുണ്ട് അല്ലേ, ഇംഗ്ലീഷിലെ ഡിസേൺമെൻ്റ് എന്നാണ് നമ്മൾ പറയുക. ടു ഡിസേൺ തിങ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് വിവേചിച്ചറിയാനായിട്ടുള്ളൊരു കൃപ ലഭിക്കണം. അത് തമ്പുരാൻ നമുക്ക് തരും. അത് തരണമെന്നുണ്ടെങ്കിൽ നമ്മൾ ആദ്യം വീടുകളിൽ വായിപ്പിക്കേണ്ടതും എല്ലാ ദിവസവും വായിപ്പിക്കേണ്ടതും ഒരേ ഒരു ഏതാണത്? ബൈബിളാണ്, വിശുദ്ധ ഗ്രന്ഥമാണ്. അത് വായിപ്പിക്കാതെ ഒരു കാരണവശാലും ഒരു കുഞ്ഞും ഉറങ്ങാൻ പാടില്ല. ചേച്ചിയോട് ചോദിക്കുന്നത്, നമ്മുടെ കുടുംബത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കാൻ നമ്മുടെ മക്കൾ നമ്മോടൊപ്പം വരുന്നുണ്ടോ? ചാവറപ്പേത പറഞ്ഞ ആ വചനം നമ്മൾ മറ്റൊരവസരത്തിൽ ചർച്ചയാക്കുന്നുണ്ടെങ്കിൽ പോലും എന്ന് പറഞ്ഞാൽ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്ന കുടുംബങ്ങൾ ഒന്നിച്ച് നിലനിൽക്കുമെന്നാണ് ചാവറപ്പേത പറഞ്ഞത്. അതിനെക്കുറിച്ച് നമ്മൾ പിന്നീട് ചർച്ച ചെയ്യും. എങ്കിൽ പോലും ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ പ്രാർത്ഥിക്കുന്ന അവസരങ്ങളിൽ നമ്മൾ വിശുദ്ധ ഗ്രന്ഥം വായിക്കുന്നുണ്ടോ? നമ്മുടെ മാസവണക്കങ്ങൾ അല്ലേ, മാസവണക്കങ്ങൾ, നമ്മുടെ നൊവേനകൾ അല്ലെങ്കിൽ അതുപോലുള്ള പ്രാർത്ഥനകളുണ്ടോ? അതിനുള്ള സമയത്ത് നമ്മുടെ മക്കൾ നമ്മോടൊപ്പം ഇരിക്കുന്നുണ്ടോ? എന്താണ് വീട്ടിലെ അനുഭവം? വീട്ടിൽ ഞങ്ങളെന്നും പ്രാർത്ഥിക്കുന്നുണ്ട്. ചെറിയ കുട്ടികളാണ്, അപ്പം അവരെ ബൈബിള് കൊടുക്കും, അങ്ങനെ അവർ വായിക്കും. ചേച്ചി എന്ത് പറയുന്നു? ചേച്ചിയുടെ ഒന്ന് വായിക്കി കൊടുത്തേ. നവമാലികയുണ്ട്. നവമാലിക കൊച്ചു ത്രേസ്യായുടെ ആത്മകഥയാണ്. സ്കൂളിൽ പോകുന്നതിന് മുമ്പ് ഒരു ഭാഗം വായിച്ചിട്ട് പോകും. ഓക്കെ, സ്കൂളിൽ പോകുന്നതിന് മുമ്പ് നവമാലികയുടെ ഒരു ഭാഗം കുഞ്ഞുങ്ങളെ കൊണ്ട് വായിപ്പിക്കുന്നു. നല്ല ഒരു വായനാ സംസ്കാരം കുഞ്ഞുങ്ങളിൽ ഉണ്ടാക്കാൻ സഹായിക്കും. അച്ഛൻ പറഞ്ഞു വന്ന ഞാൻ ഈ വാതിൽ മതിൽ എന്ന് പറഞ്ഞതിൻ്റെ ചാവറയച്ചൻ പറഞ്ഞപ്പോൾ അന്നത്തെ കാലത്ത് പുസ്തകങ്ങൾ മാത്രമായിരുന്നു. ഇന്ന് അച്ഛൻ പറഞ്ഞ പോലെ ഒരു വശത്തെ റേഡിയോ അത് വന്നു പോയി കഴിഞ്ഞു. പെൻ ഡ്രൈവ്സും അങ്ങനെയുള്ള മാധ്യമങ്ങൾ വേറെ ഒന്ന്. ഏറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് ഈ TV ചാനൽസ്, അവിടെ വാതിലും മതിലും പ്രയോഗിക്കേണ്ടത് നമ്മളുടെയാണ്. ഇംഗ്ലീഷിൽ പേരൻ്റൽ കൺട്രോൾ എന്ന് പറയും. ഏതൊക്കെ ചാനൽസ് നമുക്ക് സബ്സ്ക്രൈബ് ചെയ്യണം, ഏതൊക്കെ വേണ്ട എന്നുള്ള കാര്യം നമുക്ക് പറയാൻ പറ്റണം. പേരൻസിന്, മാതാപിതാക്കളുടെ നിയന്ത്രണം എന്നാണ് അച്ഛൻ ഉദ്ദേശിച്ചത്. ചാനലുകൾ ഏതൊക്കെ വീട്ടിൽ ഓപ്പൺ ചെയ്യണം, തുറക്കണമെന്ന് മാതാപിതാക്കൾക്ക് നിയന്ത്രണമാണ്. അപ്പോൾ നിങ്ങൾ പറയും റിമോട്ട് കണ്ടിട്ട് തന്നെ കാലം കുറയായെന്ന് പറയും. കാരണം അതെല്ലാം അല്ല, റിമോട്ട് കൺട്രോൾ ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞണ്ണനാണ്. അവനാണ് കംപ്ലീറ്റ് റിമോട്ട് കൺട്രോൾ ചെയ്യണത്. അപ്പോൾ അവനെ കയ്യിൽ നിന്ന് സാറൊന്ന് കിട്ടിയിട്ട് വേണമല്ലോ അത് മാറ്റി പിടിക്കാൻ. അതൊരു നല്ല
ശീലമല്ല എന്നാണ് അച്ഛൻ സൂചിപ്പിച്ചത്. കാരണം നമ്മളെല്ലാം ഇവിടെ ഇരിക്കുന്ന നമ്മളും ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന വിശ്വാസി സഹസ്രങ്ങളിൽ ഒരു നല്ല ശതമാനവും ചിട്ടയോടെ മക്കളെ വളർത്തിയ മാതാപിതാക്കളുടെ നിശ്ചയദാർഢ്യത്തിൻ്റെയും കറയില്ലാത്ത വിശ്വാസ ജീവിതത്തിൻ്റെയും സാക്ഷ്യങ്ങളാണ്. വളരുന്നൊരു തലമുറയ്ക്ക് സ്വന്തം മാതാപിതാക്കളെ പറ്റി, അതായത് നമ്മൾ ഉൾപ്പെടുന്ന ഈ തലമുറയെ പറ്റി, ഞങ്ങളെ വളരെ കർശനമായ ചിട്ടയോടെ വളർത്തിയ മാതാപിതാക്കൾ എന്ന് പറയാനായിട്ടുള്ള ജീവിത മാതൃക നൽകാൻ നമുക്ക് ബാധ്യതയുണ്ട്. അത് ചാവറച്ചൻ ചാവരുള്ളിൽ കൃത്യമായിട്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. നിങ്ങൾ പ്രായമാകുമ്പോൾ മക്കൾ നിങ്ങളെ ബഹുമാനിക്കാൻ വേണ്ടി ബാല്യത്തിൽ അവരെ നല്ല ക്രിസ്ത്യാനികളായി വളർത്തണം എന്നാണ് ചാവരുള്ളിൽ നമ്മൾ ഇനി ഡിസ്കസ് ചെയ്യാനുള്ളൊരു കാര്യം. അപ്പോൾ വീട്ടിൽ തീക്കൊള്ളിയുണ്ടോ എന്നാണ് എൻ്റെ പ്രിയപ്പെട്ടവർ അന്വേഷിക്കേണ്ടത്. എൻ്റെ വീട്ടിൽ തീക്കൊള്ളി എവിടെയാണ് ഇരിക്കുന്നത്? അത് ചിലപ്പോൾ എൻ്റെ ഒരു മകൻ്റെയോ മകളുടെയോ സ്കൂൾ ബാഗിലായിരിക്കാം. എൻ്റെ വീടിനെ മുഴുവൻ കത്തിച്ച് കളയാൻ കഴിയുന്ന, പരസ്പരം ഉണിഞ്ഞു നോക്കുകയല്ല, പരസ്പരം ഹൃദയത്തിലേക്ക് സ്നേഹപൂർവ്വം നോക്കുന്ന ഒരു ഹൃദയബന്ധത്തിൻ്റെ അനുഭവത്തെ തകർത്ത് കളയുന്ന തീക്കൊള്ളികൾ നമ്മുടെ പല വീടുകളിലും ഇങ്ങനെ പൊതിഞ്ഞു വെച്ചിട്ടുണ്ട്. ചില സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ആളിക്കത്തുമ്പോഴാണ് ഒരു കുടുംബം തന്നെ, കുടുംബ ബന്ധങ്ങൾ തന്നെ കത്തിത്തീരുന്നത് നമ്മളുടെ പലരുടെയും സ്വകാര്യ നീറ്റലായിട്ട് നമ്മളിങ്ങനെ കൊണ്ടു നടക്കുന്നു. അതുകൊണ്ട് ചാവറയച്ചനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിനൊരു ദർശനമുണ്ടായിരുന്നു, അത് പറയാനുള്ള ധൈര്യമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അദ്ദേഹത്തെ നമ്മൾ ചാവറ പിതാവ് എന്ന് വിളിക്കുന്നത്. നമ്മളെല്ലാം പിതാക്കന്മാരും മാതാക്കളുമാകാൻ വേണ്ടി വിളിക്കപ്പെട്ടവരാണ്. നിങ്ങൾ ചാവറ പിതാക്കന്മാരും ചാവറ മാതാക്കളുമാകണം. ധാർഷ്ട്യത്തോടെ, നിശ്ചയദാർഢ്യത്തോടെ ഈ നുണ പറയാത്ത വക്കീലിൻ്റെ മക്കളെ വളർത്തിയതുപോലെ തന്ന മക്കളെ മുഴുവൻ സ്വീകരിച്ച് എല്ലാവരെയും ഏറ്റവും ഉന്നതിയിൽ എത്തിക്കാനായിട്ട് പരിശ്രമിച്ചതുപോലെ അതിനടിസ്ഥാനമായി ക്രൈസ്തവ മൂല്യങ്ങൾ ചോർന്നു പോകാത്ത പ്രസിദ്ധീകരണങ്ങൾ വീട്ടിൽ നിലനിർത്തുകയും ക്രൈസ്തവ മൂല്യങ്ങൾ, കത്തോലിക്ക മൂല്യങ്ങൾ തെറ്റിദ്ധരിപ്പിച്ച് അവതരിപ്പിക്കുന്ന പൊതുസ്വീകാര്യതയുള്ള പ്രസിദ്ധീകരണങ്ങളെ വീടിന് പുറത്ത് കളയുകയും ചെയ്യുന്ന ഒരു ധാർഷ്ട്യം, ആ ഒരു നിശ്ചയദാർഢ്യമാണ് ചാവറ പിതാവ് നമ്മളിൽ നിന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഈ നല്ലയപ്പൻ്റെ ചാവരുള്ളിലൂടെ വായനാ സംസ്കാരം ഉൽപ്പാദിപ്പിക്കണമെന്ന് ചാവറച്ചൻ പ്രതീക്ഷിച്ചതും. ജോർജ, അച്ഛൻ്റെ ജീവിതത്തെ രൂപപ്പെടുത്തിയ ദർശനങ്ങൾ ബാല്യത്തിൽ വീട്ടിൽ വരുത്തിയ പ്രസിദ്ധീകരണങ്ങളിലൂടെയാണെന്നും അങ്ങയെ പിതാവ് നിർബന്ധിച്ച് വായിപ്പിച്ച ചില ഓർമ്മകളിലൂടെയാണെന്നും അങ്ങ് സൂചിപ്പിക്കുകയുണ്ടായി. എങ്ങനെയാണ് വീട്ടിൽ ചെറുപ്പത്തിലുണ്ടായ ഈ വായന വിശ്വാസത്തോടൊപ്പം ശാസ്ത്രാഭിമുഖ്യവും കൂടി അങ്ങയുടെ ഉള്ളിൽ ഉൽപ്പാദിപ്പിക്കാൻ സഹായകരമായത് എന്നൊന്ന് സൂചിപ്പിച്ചാൽ നല്ലതായി. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഞങ്ങളുടെ വീട്ടിൽ എപ്പോഴും വണക്കമാസം, പിന്നെ ദീപിക, മേരി വിജയം, സത്യദീപം, ഇത്തരം സംഗതികളിൽ പുറമെ നിന്നുള്ള വായനകളായിട്ടുണ്ടായിരുന്നു. ഇനി ഈ വായനിച്ചതിന് ശേഷം ചുമ്മാ എങ്ങനെയെങ്കിലും അങ്ങോട്ട് ജീവിച്ചു പോയാൽ പോരാ എന്നുള്ള കാര്യത്തിൽ അപ്പച്ചൻ നിർബന്ധമായിരുന്നു. എക്സൽ ചെയ്യണം, ടോപ്പായിരിക്കണം നിർബന്ധമായിരുന്നു. ഞങ്ങൾക്ക് അപ്പച്ചന് 3 കാര്യങ്ങളാണ് നിർബന്ധിക്കാനുള്ളൂ. 1, ആധ്യാത്മികത, അതിൽ ടോപ്പായിരിക്കണം. 2, ഇൻ്റലിജൻസ്, ബുദ്ധിപരമായിട്ട് കഴിവുകളിൽ ടോപ്പായിരിക്കണം. 3, ഫിസിക്കൽ ഫിറ്റ്നസ്, ടോപ്പായിരിക്കണം. ഈ 3 കാര്യങ്ങൾ ഇതേ ഓർഡറിൽ അപ്പച്ചൻ ഞങ്ങൾക്ക് തന്നിട്ടുണ്ട്, ചെയ്യിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങളൊക്കെ ഇത്രയും വളർന്നിട്ടുള്ളത്. അത് വിട്ടിട്ടോ വേറെ ഒന്നും അപ്പച്ചൻ സമ്മതിച്ചിട്ടുമില്ല. അതുകൊണ്ട് തന്നെ എനിക്ക് സന്തോഷമായിട്ട് പറയാൻ പറ്റും, ഓരോ വളർച്ചയ്ക്കും അപ്പച്ചൻ്റെ ഈ 3 സിദ്ധാന്തങ്ങൾ, ആധ്യാത്മികമായിട്ടുള്ള ഉന്നതി, ബുദ്ധിപരമായിട്ടുള്ള ഉന്നതി, ഫിസിക്കൽ ഫിറ്റ്നസ് ഉന്നതി, വേറോട്ട് ഒന്നും നോക്കിയിട്ടുമില്ല. ബൗദ്ധികമായ ഉന്നതിക്ക് വേണ്ടി വീട്ടിൽ ആത്മീയ ഉന്നതിയോടൊപ്പം തന്നെ ബൗദ്ധികമായ ഉന്നതിയും, അങ്ങനെ ഒരു സമഗ്രമായ വ്യക്തിത്വം, ഒപ്പം കായികമായ കഴിവും രോഗമില്ലാത്ത ശരീരം മക്കൾക്ക് കൊടുക്കാൻ, മക്കൾ പറയുന്നത് വാങ്ങിക്കൊടുത്ത് മക്കളെ ഊട്ടി വയറ് നിറയ്ക്കുന്ന ഒരു ഇന്നത്തെ വർത്തമാനകാല പാരൻറ്റിങ് അതായിരുന്നില്ല മുൻ തലമുറയുടെ എന്ന് നമ്മൾ തിരിച്ചറിയുകയാണ്. അപ്പോൾ ആത്മീയ ഗ്രന്ഥങ്ങളിലുള്ള വായനയിലെ നിഷ്കർഷ ബൗദ്ധികമായ ഗ്രന്ഥങ്ങളിലേക്കുള്ള വായനയിലേക്ക് നയിക്കുകയും അത് അദ്ദേഹത്തിലെ ശാസ്ത്രാഭിമുഖ്യത്തെ ഉയർത്തുകയും ഇന്ന് ലോകത്തിന് തന്നെ ഒരത്ഭുതം സൃഷ്ടിക്കാൻ കഴിയുന്ന രീതിയിലുള്ള ഒരു കണ്ടുപിടുത്തത്തിൻ്റെ
വാതിൽ പൂട്ടി താക്കോലും കയ്യിൽ പിടിച്ചിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൂട്ടിയിട്ടില്ല പൂട്ടിയിട്ടില്ല വാതിൽ തുറന്ന് കിടക്കുകയാണ്. അല്ല വാതിൽ തുറന്നിട്ട് തുറക്കേണ്ട വാതിൽ തുറന്നു, അറക്കേണ്ട വാതിൽ അടച്ചു. അതെ, അടച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്ക് ഇത് മനോഹരമായൊരു സെഷനായിരുന്നു. വിശുദ്ധ ചാവറ പിതാവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം നമ്മുടെ ക്രൈസ്തവ കുടുംബങ്ങളിൽ വളരുവാൻ ആഗ്രഹിച്ച മൂല്യങ്ങൾ അദ്ദേഹം തന്നെ എഴുതിയ പുസ്തകങ്ങളിലൂടെ ആദ്യം നമ്മുടെ കുടുംബങ്ങളിൽ എത്തിച്ചു കഴിഞ്ഞു. ഓരോ മലയാളി ക്രൈസ്തവൻ്റെയും വീട്ടിൽ വിശുദ്ധ ചാവറ പിതാവിൻ്റെ ഈ ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ എന്ന പുസ്തകം ഉണ്ടായിരിക്കണം. ഈ ഒരു ചാവരുളിൻ്റെ കുറിച്ചുള്ള ഈ ധ്യാന പരിപാടികൾ, ഈ ചർച്ചകൾ ഇനിയും നമ്മൾ തുടരുകയാണ്. ഇന്ന് ഈ ഒരു ധ്യാന ചർച്ച പരിപാടികളിൽ വളരെ സജീവമായി പങ്കെടുത്ത നിങ്ങൾക്കെല്ലാവർക്കും പ്രത്യേകം നന്ദി പറയുകയാണ്. പ്രത്യേകിച്ചും നമ്മുടെ ജോർജ് ആത്തപ്പള്ളിയിൽ CMI അച്ഛൻ നമ്മുടെ എല്ലാവരുടെയും വളരെ അഭിമാനമാണ്. മലയാളം കാത്തിരിക്കുന്ന നല്ല വിശേഷം അദ്ദേഹത്തിൽ നിന്നും ഇനിയും ഉണ്ടാവണം നമ്മൾ പ്രാർത്ഥിക്കുന്നു. നമ്മുടെ മക്കൾ ഇത്തരത്തിൽ സയൻസും ആത്മീയതയും ഒരുമിച്ച് ചേർത്തുകൊണ്ടുള്ള നല്ല വൈജ്ഞാനികമായ ശാരീരികക്ഷമതയോടുകൂടിയ നല്ല കരുത്തുള്ള ക്രൈസ്തവ മക്കളായി വളരട്ടെ എന്ന് നമുക്ക് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഒരു നല്ലയപ്പൻ്റെ ചാവരുൾ ഇതുവരെ വീക്ഷിച്ച എല്ലാ പ്രേക്ഷകർക്കും പ്രത്യേകം നന്ദി. നമസ്കാരം.